പുരോഗമന സാഹിത്യകാരൻ ചെറുകാടിന്റെ ആത്മകഥയായ ജീവിതപാതയുടെ 50-ാം വാർഷിക ആഘോഷവേളയിൽ പെരിന്തൽമണ്ണയിൽ ജീവിതപാത പ്രതിപാദിക്കുന്ന കാലഘട്ടത്തെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് വളരെ മനോഹരമായി സംസാരിക്കുന്നത് കേരളത്തിന്റെ മുൻ മന്ത്രിയും നിലവിൽ MLA കൂടിയായ പ്രിയപ്പെട്ട ശൈലജ ടീച്ചറാണ്. വളരെ അനുഗ്രഹീതമായ ഒരു ജീവിതമാണ് ഇന്ദ്രൻസിൻ്റെത് എന്ന് പറയുന്നത് ഒട്ടും അതിശയോക്തിയല്ല. ഒരു ഹാസ്യ നടനാവുക എന്നുള്ളത് വളരെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണെന്നാണ് കലാകാരന്മാർ പറയുന്നത്. ഞാനൊരു അഭിനേതാവല്ലാത്തതുകൊണ്ട് ഏതാണ് പ്രയാസം എന്ന് എനിക്കും അറിയാൻ പറ്റില്ല. പക്ഷെ എല്ലാവരും പറയുന്നത് ഹാസ്യം അവതരിപ്പിക്കാൻ വലിയ പ്രയാസം തന്നെയാണെന്നാണ്. കാരണം മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് ഹാസ്യ അഭിനേതാവിന്റെ ഉത്തരവാദിത്വം. അവനവൻ ചിരിക്കാതെ മറ്റുള്ളവരെ ചിരിപ്പിക്കുമ്പോഴേ അത് ഉള്ളിൽ തട്ടുന്ന ഹാസ്യമാവുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് അത്ഭുതത്തോടെ നമ്മൾ കാണാറുണ്ട്. അദ്ദേഹം ആ രീതിയിലാണ് തുടങ്ങിയതെങ്കിലും നമ്മളെല്ലാം അന്നേ കരുതിയതുപോലെ തന്നെ ഹാസ്യം മാത്രമല്ല, എല്ലാ അഭിനയവും അദ്ദേഹത്തിന് വഴങ്ങും. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നു വന്നിട്ടുള്ള ഒരു പച്ചയായ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ഏത് അഭിനയവും വഴങ്ങുമെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. ഭാവാഭിനയത്തിൽ മറ്റാരേക്കാളും മുൻപന്തിയിൽ നിൽക്കാൻ ശ്രീ ഇന്ദ്രൻസിന് കഴിയുന്നു എന്നുള്ളത് നമ്മളെല്ലാം മനസ്സിലാക്കിയതാണ്. ഒരുപാട് ചിത്രങ്ങൾ പുതിയതായിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ഹോമിലെ കുടുംബനായകൻ തന്നെയാണ്. അതൊരു അസാധാരണമായിട്ടുള്ള അഭിനയ പാഠവമായിരുന്നു എന്നുള്ളത് ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഇതൊരു ഭംഗിയായിട്ടാണ് ആധുനികതയോട് പൊരുത്തപ്പെടാനുള്ള ഒരു സാധാരണക്കാരന്റെ വെപ്രാളവും അതിന്റെ ഭാഗമായിട്ട് മക്കളുടെ അടുത്ത് പോലും എനിക്കത് ഉണ്ടാകാറുണ്ട്. മൊബൈൽ ഫോൺ ഏതെങ്കിലും തരത്തിലൊന്ന് പണി മുടക്കിയാൽ എനിക്ക് ശരിയാക്കാൻ മനസ്സിലാകും. കുട്ടികളുടെ അടുത്ത് പറയുമ്പോൾ അവർ പറയും, ഈ അമ്മ ഇനി ഇതൊന്നും പഠിച്ചിട്ടില്ലേ, ഇതൊന്നും ശരിയാക്കാൻ, ഇതാരാ ഇതിങ്ങനെ ശ്രദ്ധിക്കുന്നത്? അതുകൊണ്ട് അതെല്ലാം ചെയ്യണം നമ്മൾ. പക്ഷേ ഞാൻ തന്നെയാണോ അത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ അങ്ങനെ എനിക്ക് മാത്രമല്ലല്ലോ, ഒരുപാട് ആൾക്കാർ കുട്ടികൾ പറഞ്ഞു തരുമ്പോൾ വേഗം ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുമ്പോൾ തോന്നുന്ന ജാണ്യതയും ഒക്കെ മുഖത്ത് പ്രതിഫലിക്കുന്ന ആ അഭിനയ പാഠവും എത്ര തവണ ഞാനത് വീണ്ടും വീണ്ടും യൂട്യൂബിലൂടെ കണ്ടിട്ടുണ്ട്. യാത്രക്കിടയിലാണല്ലോ നമുക്കിതെല്ലാം വീണ്ടും കാണാൻ സമയം കിട്ടുക. എത്രയോ തവണ ഇപ്പോഴും കിടക്കിടക്ക് ഫോം എടുത്ത് അത് കാണാറുണ്ട്. അതിലെ ഓരോ രംഗവും കണ്ണ് നനഞ്ഞു പോകുന്ന ത്യാഗത്തിന്റെ കഥ പറയുമ്പോൾ മകൻ ആദ്യം അതത്ര പിടിക്കരുത്, അത് അച്ഛൻ്റെ ഒരു സാധാരണ തമാശ എന്നുള്ള മട്ടിൽ എടുക്കുന്നത്. അവസാനം അതല്ല, അതിന് സാക്ഷ്യപത്രവുമായിട്ട് ഒരു സ്ത്രീ വരുമ്പോൾ ദൂരെ മാറി നിന്ന് അപ്പോഴുള്ള ഇന്ദ്രൻസിന്റെ മുഖത്തുള്ള ഒരു മന്ദഹാസമുണ്ട്. അത് വേറെ ആർക്കും അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. അതാണ് അദ്ദേഹം. അത്ര മനോഹരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മലയാളത്തിന്റെ അഭിമാനഭാജനമായിട്ടുള്ള കലാകാരനാണ് ശ്രീ ഇന്ദ്രൻസ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ അഭിനയ പാഠവും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഒരുപാട് സിനിമകൾ അദ്ദേഹം അഭിനയിച്ചത് പുറത്തിറങ്ങാനുണ്ട്. ഒരുപാട് അവസരങ്ങൾ അവസരം അങ്ങനെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കഴിവിനനുസരിച്ച് തേടി വരുന്നുണ്ടോ എന്നുള്ളത്. പലപ്പോഴും സിനിമാ ലോകത്തെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, മറ്റു പലതിനെയൊക്കെ ആശ്രയിച്ചായിരിക്കും അവസരങ്ങൾ വന്നു കിട്ടുക എന്നുള്ളതാണ്. സുരഭി ലക്ഷ്മിയോടിയുടെ ആരോ ചോദിച്ചപ്പോൾ അവാർഡ് കിട്ടി തന്നെയാണ് കേന്ദ്രത്തിൽ പരാമർശമുണ്ടായതാണ്. പക്ഷെ അവർ പറഞ്ഞിട്ടൊരു വാദം എന്റെ ഉള്ളിൽ തട്ടി. സുരഭി, ഒരു സിനിമയ്ക്ക് അവസരമുണ്ടോ, ഒരു കഥ കേൾക്കാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവര് പെട്ടെന്ന് തന്നെ പറഞ്ഞത് സമയമേ ഉള്ളൂ, കാരണം ഞാൻ കാത്തിരിക്കുകയാണ്, എന്നെ അധികാരമൊന്നും പഠിക്കുന്നില്ല, എനിക്കധികം പ്രോജക്റ്റ് ഇല്ല, ഞാൻ കാത്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? യഥാർത്ഥത്തിലുള്ള കഴിവുകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ നമ്മുടെ സിനിമാ ലോകം ഇപ്പോഴും തയ്യാറായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ സൂചനയാണ്. എന്നാൽ ശ്രീ ഇന്ദ്രൻസിന് ഇപ്പോൾ ധാരാളം പ്രോജക്റ്റുകളുണ്ട്, അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയും തയ്യാറാക്കാൻ സാധിച്ചു എന്നുള്ളത് മലയാളത്തിന്റെ ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. ചെറുകാടിന്റെ പേരിലുള്ള അവാർഡാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഒരുപാട് അവാർഡുകൾ എടുത്ത് കിട്ടിക്കഴിഞ്ഞു, ധാരാളം അവാർഡുകൾ. പക്ഷെ ഈ അവാർഡ് എല്ലാറ്റിനേക്കാളും വിലപ്പെട്ടതാണ്. അദ്ദേഹം അത് സംബന്ധിച്ച് ഉറപ്പാണ്. ഈ അവാർഡ് എല്ലാറ്റിനേക്കാളും വിലപ്പെട്ടതാണ് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. ചെറുകാടിനെ കുറിച്ച് നീണ്ട ഒരു പ്രഭാഷണമൊന്നും നമ്മളിവിടെ നടത്താനില്ല.
ചെറുകാട് ഗോവിന്ദ പിഷാരോടി ചെറുകാട് എന്നുള്ള ഒറ്റ പേര് മറ്റതെല്ലാം മറന്ന് മനുഷ്യരുടെ മനസ്സിൽ എങ്ങനെ ഇടം നേടി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ചെറുകാടിനെ ഇന്നത്തെ തലമുറ അത്രത്തോളം വായിക്കുന്നുണ്ട്. ചെറുകാടിന് മാത്രമല്ല, വളരെ വളരെ കുറവാണ് പുതിയ തലമുറയിൽ സാഹിത്യം അതുപോലുള്ള ചരിത്രം ഇവയെല്ലാം വായിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് എന്ന ഭയത്തോടെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. പുതിയ തലമുറ അത്ര മോശക്കാരൊന്നുമല്ല. ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള അറിവുകൾ സന്നിവേശിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത്തരം അറിവുകളുടെ കൂടെ സാഹിത്യവും ചരിത്രവും ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മനസ്സ് വരണ്ടു പോകും എന്നത് വസ്തുതയാണ്. നമ്മളാക്കുന്നത് ചരിത്രത്തിലൂടെയുള്ള മനുഷ്യന്റെ പ്രയാണത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ കൂടിയാണ്. എന്തായിരുന്നു ഇന്നലെ, ഇന്ന് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നാളെ എങ്ങോട്ടാണ് പോകേണ്ടത്, ഇതറിയാത്ത മനുഷ്യര് ഒരു സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ആളായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഇന്നലകളെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ഇന്ന് അന്തസ്സോടുകൂടി തലയുയർത്തി നിൽക്കാൻ നമുക്ക് സാധിക്കും. അല്ലാത്ത പക്ഷം എല്ലാം കണക്കാണ്, ഒന്നിനും രക്ഷയില്ല, ഇന്നിൽ മാത്രം അഭിരമിക്കുന്നു, നാളെയെ കുറിച്ചുള്ള സങ്കല്പമേ വേണ്ട എന്ന ഒരുതരം വരട്ടുവാദത്തിലേക്ക് മനുഷ്യർ നീങ്ങും. അങ്ങനെ നീങ്ങുമ്പോൾ ശരിയേത് തെറ്റേത് വിവേചിച്ചറിയാനുള്ള മനുഷ്യന്റെ ആഗ്രഹം ഇല്ലാതാവും. അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ, അങ്ങനെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വളരെ മോശമായ മനുഷ്യത്വമില്ലാത്ത ഒരു സമൂഹത്തിൽ നമുക്ക് ജീവിക്കേണ്ടതായിട്ട് വരും. ഇന്നത്തെ സമൂഹം തീർച്ചയായിട്ടും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഭയക്കണം. വളരെ നിസ്സംഗരായ, എല്ലാം കണക്കാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന, സത്യാനന്തര കാലം എന്നെല്ലാം പറഞ്ഞ് എല്ലാറ്റിനെയും പുച്ഛിച്ചു തള്ളുന്ന, ഒന്നും കൂടുതൽ ശരിയല്ല എന്ന മട്ടിൽ വ്യാഖ്യാനിക്കുന്നവരുടെ ഒരു കാലത്തിൽ ജീവിക്കുമ്പോൾ കൊള്ളക്കായ്മകൾ പെരുകും. ഞങ്ങളെല്ലാം പറയാറുണ്ട്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യ സമര സേനാനികൾ ആഗ്രഹിച്ച ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നല്ല. അത് തനിയെ ഉണ്ടാകുന്നതല്ല. മനുഷ്യര് ചിലത് കരുതിക്കൂട്ടി ചെയ്യാനുണ്ട്. ഭരണാധികാരികൾ ചില തീരുമാനങ്ങൾ കരുതിക്കൂട്ടി സ്വീകരിക്കാനുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ജീവിതമാണ് ചെറുകാടിന്റെ ജീവിതപാത. അത് ചെറുകാടിന്റെ ഒരു വ്യക്തിയുടെ ജീവിതപാതയല്ല. 30കളിലും 40കളിലും 50കളിലും എല്ലാം ഈ കേരളം എന്തായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ജീവിതപാതയാണ്. ചെറുകാടിന്റെ ജീവിതപാത തുടങ്ങുന്നത് തന്നെ ഞാനൊരു അമ്പലവാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്നത്തെ കാലത്ത് അമ്പലവാസിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയുന്ന ഒരുപാട് പേരുണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ ചെറുകാട് തന്നെ വ്യാഖ്യാനം കൊടുക്കുകയാണ്. അമ്പലവാസി എന്ന് പറഞ്ഞാൽ എല്ലാം അവകാശപ്പെടാൻ അർഹതയുണ്ടെന്ന് സ്വയം ഭാവിച്ചിട്ടുള്ള ബ്രാഹ്മണന്റെ, നമ്പൂതിരിമാരുടെ താഴെയാണ്. അതേ സമയത്ത് ഒന്നും അവകാശപ്പെടാൻ അർഹതയില്ലാത്ത ശൂദ്രന്റെ മുകളിലാണ്. ഇതൊരു സൃഷ്ടിച്ചെടുത്ത ഒന്നാണ് അമ്പലവാസി എന്ന് പറയുന്നത്. നമ്പൂതിരിമാർക്ക് അമ്പലവും പൂജയും അതുമായി ബന്ധപ്പെട്ട സ്വത്തുക്കളും ഒക്കെ കൈവശം വെക്കാനുള്ള അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതെല്ലാം കൈവശം വെക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ചില ജോലികളൊക്കെ ചെയ്യാൻ അവർക്ക് ഇഷ്ടമുള്ള ഒരു വിഭാഗം ആവശ്യമാണ്. അതുകൊണ്ട് ശുദ്രൻ എന്ന് പറഞ്ഞ് തീരെ താഴേക്ക് തള്ളാതെ ഇതിന്റെ ഇടയിലൊരു അമ്പലവാസി, ആ കൂട്ടത്തിലാണ് മാരാറും വിഷാദും ഒക്കെ വരുന്നത്. അങ്ങനെയൊന്ന് അവർ തന്നെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. എന്നിട്ടോ ആ പറയുന്ന വിഭാഗത്തിന് സുധായിരുന്നു. സ്വത്തും ക്ഷേത്രവും എല്ലാം ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെതാണ്. അമ്പലവാസിക്ക് അതിൻ്റെ അകം തുടച്ച് വൃത്തിയാക്കാനും ആരെങ്കിലും നിവേദ്യം കഴിക്കാൻ കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നിവേദ്യം ചോറുള്ള അംശം ഭക്ഷിക്കാനും ഒക്കെയുള്ള അധികാരമേ ഉള്ളൂ. എന്തുമാത്രം ദൈന്യതയായിരുന്നു അമ്പലവാസികളായ പലരുടെയും ജീവിതമെന്ന് ചെറുകാട് വരച്ചു കാട്ടുന്നുണ്ട്. എന്നാൽ ചിലർ പച്ച പിടിച്ച് വന്നിട്ടുണ്ട്. ചെറുകാടിന്റെ ജീവിതവും അവസാനം ഗവൺമെന്റ് ജോലിയൊക്കെ നേടി അവസാനം രാഷ്ട്രീയ പ്രവർത്തകനായി മാറി സമൂഹത്തിലെ മാറ്റത്തിൽ ഒരു പങ്ക് വഹിച്ചുകൊണ്ട് സ്വല്പം മെച്ചപ്പെട്ട ജീവിതാവസ്ഥയിലേക്ക് ആ കുടുംബം വന്നിട്ടുണ്ട്. എന്നാൽ അങ്ങനെ വരാൻ കഴിയാത്ത, എപ്പോഴും ഈ മേധാവിത്വത്തിന്റെ കീഴിൽ അവർക്ക് ആവശ്യമുള്ളത് മാത്രം വളരെ രസകരമായിട്ടാണ് ദൈവങ്ങളുടെ
പരിസരം വൃത്തിയാക്കാനും അവർക്ക് മാല കെട്ടാനും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ, അവർക്ക് അവരുടെ പേരിൽ ഭക്ഷണം പാകം ചെയ്യാനും ഒക്കെ വിധിക്കപ്പെട്ട ചിലർ. അതോടൊപ്പം തന്നെ നമ്പൂതിരി കുടുംബങ്ങളിൽ മൂത്ത ജ്യേഷ്ഠന് മാത്രം സ്വന്തം സമൂഹത്തിൽ നിന്ന് പേര് കഴിക്കാം. അതിന് താഴെയുള്ള പുരുഷന്മാരുടെ വളരെ വ്യക്തമായിട്ട് തന്നെ ചെറുകാട് പറയുന്നു, അവരുടെ കാമം തീർക്കാൻ അവർക്ക് മത്സ്യത്തിന്റെയും ഇറച്ചിയുടെയും മണമില്ലാത്ത പെണ്ണുങ്ങളെ ആവശ്യമായിരുന്നു എന്നാണ്, സ്ത്രീകൾ. അതിനും ഈ വിഭാഗത്തെ ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്ന ചിന്തയാണ് ഇത്തരൊരു വിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കാൻ തയ്യാറായത് എന്ന് പറയുന്നു. ആരാണ് ജാതി വ്യവസ്ഥ സൃഷ്ടിച്ചത്? ഇപ്പോ വീണ്ടും ആ ജാതിയുടെ പ്രാമാണ്യമൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ പോലും പല രീതിയിൽ വെമ്പുമ്പോൾ, പരിശ്രമം ആരംഭിച്ചിരിക്കുമ്പോൾ ആ ജാതി വ്യവസ്ഥ ആരാണ് സൃഷ്ടിച്ചത് എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായിട്ട് മാറുകയാണ്. ഭൂമിയുടെ അവകാശവും അക്ഷരം പഠിക്കാനുള്ള അവകാശവും ഒക്കെ കൈവശം വന്ന ചില ആളുകൾ എന്തൊക്കെയാണ് എഴുതി വെച്ചത്? എല്ലാം ദൈവത്തിന്റെ പേരിലായിട്ടൊരു കുഴപ്പമില്ല. അതുകൊണ്ട് ചാതുർവർണ്ണ്യം ദൈവം സൃഷ്ടിച്ചതാണ് എന്നാണ് പറഞ്ഞത്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് ദൈവം പറഞ്ഞതാണ്. ദൈവം പറഞ്ഞ പിന്നെ അതിന് അപ്പീലില്ല. ദൈവമാണ് പറഞ്ഞത്, അനുസരിച്ചു കൊള്ളുക എന്നുള്ളതാണ്. ദൈവത്തെ കാട്ടി ദൈവ ഭയം ഉണ്ടാക്കുന്നതിനാണ് പലപ്പോഴും ഈ മേധാവികൾ ശ്രമിച്ചത്. പണത്തിനും സ്വത്തിനും അവകാശികളായിട്ടുള്ള മേധാവികൾ അത് വന്നു ചേർന്നതാണ്. ചരിത്രത്തിന്റെ ഗതിവിഗതികളിൽ ചിലരുടെ കയ്യിലേക്ക് സമ്പത്തുള്ളവന്റെ കയ്യിൽ വിദ്യ വന്നു. അപ്പൊ അവര് അത് നിലനിർത്താൻ വേണ്ടി എല്ലാം എഴുതി വെക്കുകയാണ്. ആ കൂട്ടത്തിലാണ് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ബ്രാഹ്മണോസ്യ മുഖമാസി ബാഹു രാജന്യകൃത ഓരോ തദ്ദേശീയ ദൃശ്യ പത്യാം ശൂദ്രോ ആചാര്യ. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ദൈവത്തിന്റെ ശിരസിൽ നിന്ന് ഉണ്ടായ ആളാകുമ്പോൾ നിങ്ങൾ ആരും നിഷേധിക്കരുത്. ഇവർക്കാണ് സ്വത്തും പണവും ഭൂമിയും. അതിന് നിങ്ങൾ ആരും ആഗ്രഹിക്കരുത്. അത് നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കുക. അതാണ് ക്ഷത്രിയൻ. ബാഹുക്കളാണ്. യുദ്ധമൊക്കെ ചെയ്ത് ബ്രാഹ്മണനെയൊക്കെ സംരക്ഷിച്ച് രാജ്യമൊക്കെ സംരക്ഷിച്ച് അങ്ങനെ നിൽക്കേണ്ട ആളാണ്. വൈശ്യൻ ശരീരമാണ്, ശൂദ്രൻ പാദങ്ങളാണ്. കച്ചവടവും കാര്യമൊക്കെ ചെയ്യാം. അതുപോലെ ശൂദ്രന് ഈ ഭൂമിയിൽ അധ്വാനിച്ച് ഈ പറയുന്നവരെയെല്ലാം നിലനിർത്താൻ ആവശ്യമായ ജോലി ചെയ്യാം. പക്ഷേ ആ ശൂദ്രൻ എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ വർണ്ണത്തിന് മറ്റൊന്നും ആഗ്രഹിക്കരുത്. ശൂദ്രൻ എന്ത് ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ധാരാളം എഴുതി ചോദിച്ചാൽ പറയും ദൈവമാണോ? ദൈവം ഒരു ശൂദ്രന്റെ മുന്നിലും പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് നിനക്ക് അക്ഷരം പഠിക്കാൻ കഴിയാതായത് എന്ന് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ശൂദ്രൻ അക്ഷര സംയുക്തം ദൂരത പരിവർത്തി. അക്ഷരം പഠിച്ച ശൂദ്രനെ ഉപേക്ഷിച്ചേക്കണം, പലത്തിൽ കൊന്നു കളയണം, ഉച്ചരിച്ചാൽ നാക്ക് പിഴുതു കളയണം. വേദം ഉച്ചരിക്കുന്നത് ശൂദ്രൻ കേട്ടാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം. ആര് പറഞ്ഞു? അപ്പോഴാണ് പറഞ്ഞത് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, ഞാനാണ് സൃഷ്ടിച്ചത്, ഞാനാ പറഞ്ഞത്. അങ്ങനെ പറയുന്ന ഒരു ദൈവം ഉണ്ടാവുമോ? ഒരാളും ചിന്തിക്കുന്നില്ല. ഒരു പാവപ്പെട്ട മനുഷ്യൻ ആരെങ്കിലും വേദോച്ചാരണം നടത്തുന്നത് കേട്ടാൽ ആ കേട്ടവന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അതൊരു ദൈവമായിട്ട് ആരാ അംഗീകരിക്കുക? അത്ര ക്രൂരതയുള്ള ആളാണ് ദൈവം. ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷവും സമാധാനം ഉണ്ടാക്കാൻ ഉള്ള ഒരു ശക്തി എന്നാണ് വിശ്വാസികളെല്ലാം വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തെ തൊഴുത് പ്രാർത്ഥിക്കുന്നത്. വിഷമം ഉണ്ടാകുമ്പോൾ എന്റെ മനസ്സിൽ ഇത്രയും നിറഞ്ഞ ദുഃഖമുണ്ട്, ഭഗവാനെ ഇതൊക്കെ അവിടെ എടുത്തോളൂ, എന്നിട്ട് എനിക്ക് ഇതിന് സമാധാനം തിരിച്ചു തരും. കരകൾ കവിയുമാറായി വെള്ളം ഏന്തും കുളത്തിൽ ഒരു വഴി പരിരക്ഷ കൂപ്പ് കുത്തുന്നതല്ലോ. ഇല്ലേ? പൊട്ടി പോകണ്ട, വെള്ളം നിറഞ്ഞിട്ട് ഒഴുക്കി വിട്ടേക്കാൻ കുറെ. അങ്ങനെയാണ്. അപ്പൊ മനസ്സും പൊട്ടി പോകാതിരിക്കാൻ നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ ഒഴുക്കി വിടും. ആ ദൈവം പറയോ നീ അക്ഷരം പഠിക്കരുതെന്ന്? ആ ദൈവം പറയോ നീ തോർത്തുമുട്ട് മുട്ടിന് താഴെ താഴ്ത്തി വിടുകരുതെന്ന്? ആ ദൈവം പറയോ നിനക്ക് നല്ല ഭക്ഷണമൊന്നും വിധിച്ചിട്ടില്ല ഞാൻ, നീ കരിക്കാടി കഴിച്ചാൽ മതിയെന്ന്? അങ്ങനെ ആരെങ്കിലും ചോദിക്കുന്നതിന് അപ്പം തന്നെ തടസ്സപ്പെടുത്താൻ എന്താ പറഞ്ഞിട്ടുള്ളത്? നീ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ കുറ്റം ചെയ്തു, അതുകൊണ്ട് ഈ ജന്മത്തിൽ നിന്നെ ദൈവം ഇങ്ങനെ ജയിപ്പിച്ചതാണ്. അപ്പോഴും ആ പാപത്തിന്റെ മനസ്സിൽ വിങ്ങി നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, എന്റെ പൊന്നു ദൈവമേ, കഴിഞ്ഞ ജന്മത്തിലും അമ്മ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഞാൻ കുറ്റം ചെയ്യുമ്പോ അരുത്, നീ ചെയ്യരുതെന്ന് പറഞ്ഞ് എന്നെ നല്ല വഴിക്ക് നയിച്ചിരുന്നെങ്കിൽ ഈ ജന്മവും എനിക്ക് സുഖമായിരുന്നല്ലോ. ഈ ചോദ്യത്തിനൊന്നും പ്രസക്തി ഉണ്ടായിരുന്നില്ല. കാരണം ഇതൊന്നും ദൈവം പറഞ്ഞതല്ല. ഇതെല്ലാം സ്വത്തും മറ്റെല്ലാ അധികാരങ്ങളും ആർജിക്കാൻ താല്പര്യമുള്ള സമൂഹത്തിലെ ഉന്നതർ പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് ബോധ്യപ്പെടുത്തുകയാണ് ചെറുകാട് ചെയ്തത്.
ജീവിതപാതയുടെ ഓരോ അധ്യായവും നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്. എന്തായിരുന്നു നമ്മുടെ ആ 30കളും 40കളും 50കളും ഒക്കെ ചെറുകാടിന്റെ ജീവിതം എന്തായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഭാര്യയും കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നടക്കുന്നുണ്ട്. പോയപ്പോ തിരിച്ചു വന്നപ്പോ കാരണവർ പറയുന്നു നീ എവിടെയും തൊടാൻ പാടില്ല. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നീ കമ്മ്യൂണിസ്റ്റുകാരുടെ സമ്മേളനത്തിൽ പോയി, അത് പിന്നെയും ക്ഷമിക്കാം. രണ്ട്, നീ IPയുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു, അവിടെ ആരോ മരിച്ചതിന്റെ കൊലയുണ്ടായിരുന്നു. മരിച്ചാൽ പിന്നെന്താ? ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ ഇപ്പൊ ആർക്കെങ്കിലും കോപം വരുമെന്ന് എനിക്കറിയില്ല. മരിച്ചാൽ മരിച്ചയാളെ അടക്കി നല്ല ബഹുമാനത്തോടു കൂടി അതിന്റെ ബാക്കിയായിട്ട് എന്താണ് ശേഷിക്കുന്നത് നമ്മുടെ ഇടയിൽ? ഒരു സയൻസ് ടീച്ചർ എന്നുള്ള നിലയിൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ മരിച്ച ആൾ അതിന്റെ ഒരു നിശ്ചിത ദിവസം വരെ കൊലയുണ്ടെന്നും അവിടെ നിന്ന് ജലപാനം മറ്റുള്ളവർ കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നത് തൊട്ടുകൂടായ്മ തന്നെയാണ്. താഴ്ന്ന ജാതിക്കാരനെ കണ്ടാൽ കുടിക്കണമെന്ന് പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ്. എനിക്കങ്ങനെ തോന്നുന്നു. മരിച്ചു പോയിരുന്ന ചിലപ്പോ ചായ കുടിക്കുമോ ചോദിക്കും. ഇത്ര പ്രയാസപ്പെട്ടിരിക്കുമ്പോഴായാലും നമ്മുടെ രാജ്യത്തെ മര്യാദയുണ്ട്. അപ്പൊ നമുക്ക് ചായ വേണമെന്നുണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ, എടുത്ത ചായ ഇങ്ങോട്ട് വന്നോളൂ. ഇവിടെ കൊലയാണ് അല്ലെ, ഇവിടുത്തെ ജലപാനം ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് എന്തുമാത്രം പ്രയാസം തോന്നും. അത് തിരിച്ചു കൊണ്ടുവരാനൊക്കെ ശ്രമമുണ്ട് സമൂഹത്തിൽ. വളരെ ബാഹ്യമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ പോലും, പെട്ടെന്ന് തന്നെ തെറ്റാണെന്ന് തോന്നുന്ന അന്ധവിശ്വാസങ്ങൾ പോലും നമുക്ക് തിരുത്താൻ സാധിക്കുന്നില്ല. ചെറുകാട് അതിന് നേരെ വലിയ വിപ്ലവം നടത്തി. എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാം ഇവിടുന്ന്. ഭാര്യ പെട്ടിയും പാക്കറ്റും ഒക്കെ എടുത്ത് കൂടെ ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ഭാര്യയും കമ്മ്യൂണിസ്റ്റായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികയായി, പ്രവർത്തകയായി. ഇപ്പൊ മക്കളും ഇടതുപക്ഷത്തിന്റെ കാര്യമായ വക്താക്കളായി എല്ലാവരും ഇരിക്കുന്നുണ്ട്. ടീച്ചറെല്ലാം അങ്ങനെ മാറിയിരിക്കുന്നു. അപ്പൊ ചെറുകാട് ഒരു കാലഘട്ടത്തിൽ എനിക്ക് നോവൽ വായിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ അമ്മമ്മയെ ഓർമ്മ വന്നു. ഇത്രയൊന്നും പ്രശസ്തമായ കുടുംബമൊന്നുമല്ല, ഇത്രയൊന്നും വലിയ രാഷ്ട്രീയ പ്രവർത്തകരുമല്ല. എൻ്റെ അമ്മയുടെ അമ്മ 30കളിലും 40കളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടു. വലിയമാവന്മാര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ, ആദ്യം കോൺഗ്രസിന്റെ പ്രവർത്തകരായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അപ്പോഴാണ് 20കളിൽ സോവിയറ്റ് വിപ്ലവത്തെ കുറിച്ചൊക്കെ അറിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. താഷ്കണ്ടിൽ വെച്ച് തന്നെ 1920. 39 മൺട്രായിലെ പാറപ്പുറത്ത് വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരസ്യമായി പ്രവർത്തിക്കുമെന്ന തീരുമാനം കോൺഗ്രസിനകത്തെ സോഷ്യലിസ്റ്റുകാരെല്ലാം ചേർന്ന് എടുക്കുകയുണ്ടായി. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിങ്ങിലൊക്കെ അമ്മമ്മയും ഈ ആംഗ്ലമാരുടെ കൂടെ ചിലപ്പോൾ ക്ലാസ്സുകളിലൊക്കെ പോകുന്ന അവസ്ഥ വന്നു. അവിടെ വെച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നീങ്ങി കിട്ടി. വസൂരി രോഗം വലിയ പകർച്ചവ്യാധിയായി പടർന്ന ആളുകളെ കൊല്ലുമ്പോൾ അത് അമ്മ വിളയാട്ടമാണെന്ന് പറഞ്ഞ് ഒരു കോമരത്തിനെ ഏൽപ്പിച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കയ്യിൽ പിടിച്ച് കോമരം ഈ ദേവിയുടെ അടുത്ത പ്രതിനിധിയാണ്. മഞ്ഞൾപ്പൊടി വിതറി ഇതിന്റെ പുറത്ത് നിൽക്കും. ദാഹിച്ചിട്ട് തൊണ്ട പൊട്ടുമ്പോൾ കൊണ്ടൊക്കെ പൊണ്ണായിരിക്കും, കുരുക്കൾ വന്നിട്ട്. ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് സിദ്ധാന്തം. അപ്പോ എന്റെ അമ്മമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിംഗിൽ ചെന്നിട്ട് മനസ്സിലാക്കിയത് പകർച്ചവ്യാധിയാണ്. നന്നായി ശുശ്രൂഷിച്ച രോഗി രക്ഷപ്പെടും. അവര് അന്നത്തെ ഞങ്ങളുടെ നാട്ടുപുറത്തെ വീടുകളിൽ വസൂരി വന്നപ്പോൾ അവിടെ പോയി കോമരത്തോട് മഞ്ഞൾപ്പൊടി വാങ്ങി രോഗിയെ തൊടരുതെന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. തൊടാതെ തന്നെ ഒരു വടിയുടെ അറ്റത്ത് ഈ മഞ്ഞളിന്റെ കിഴി കെട്ടി അരിപ്പാക്കുള്ള തുണിയിൽ കെട്ടിയിട്ട് അത് ശരീരത്തിലാകെ വിതറി വളരെ ദൂരെ സ്പൂണിന്റെ അറ്റത്ത് ഒരു വടിയും കെട്ടിയിട്ട് അതിനകത്ത് വെള്ളം കോരിയിട്ട് കുറേശ്ശെ ചുണ്ടി എത്തിച്ചു കൊടുത്തു. അത് കിനിഞ്ഞിറങ്ങിയപ്പോ തൊണ്ടയ്ക്ക് സുഖമുണ്ടായി, രോഗി രക്ഷപ്പെടുന്ന അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള എത്രയോ ജീവൻ തിരിച്ചു കിട്ടിയ ആളുകൾ എന്നും അമ്മമ്മയെ കാണാൻ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വീട്ടിൽ വരുമായിരുന്നു. എന്നിട്ട് പറയായിരുന്നു കല്യാണിയാണ് ഇല്ലെങ്കിൽ ജീവൻ രക്ഷപ്പെടുമായിരുന്നില്ല. അതായിരുന്നു അന്നത്തെ അന്തരീക്ഷം. ആ അന്തരീക്ഷം മുഴുവൻ ഈ നോവൽ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. അങ്ങനെ ഒട്ടേറെ പ്രവർത്തകർ നാടിന്റെ നാനാഭാഗത്തും. അതാണ് ചില വ്യത്യാസങ്ങളുണ്ട് ഇടതുപക്ഷത്തിന്റെ ഒക്കെ പ്രവർത്തനത്തിൽ. എല്ലാം ഒരുപോലെയല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ആ പ്രവർത്തനം എല്ലാം നടത്തി മണ്ണിന് വേണ്ടി മനുഷ്യൻ നടത്തിയ മണ്ണിന് വേണ്ടിയുള്ള ആഗ്രഹം എന്തിനു വേണ്ടിയാ? വലിയ ധനികനാവാനും അവിടെ റിസോർട്ട് പണിയാനും അല്ല, ആഹാരം കഴിക്കാനൊന്നുമില്ല. ഈ മണ്ണ് കളച്ചു മറിച്ചിട്ടാലേ അതിനകത്ത് എന്തെങ്കിലും വരൂ. ചെറുകാടിന്റെ മണ്ണിന്റെ മാറിലെന്ന് പറയുന്ന നോവൽ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിന് സങ്കല്പിക്കാൻ കഴിയും. മയിലും മാനും ആനയും കാട്ടുപന്നിയും എല്ലാം
തിളച്ചു മറിക്കുന്ന അല്ലെങ്കിൽ അലഞ്ഞു നടക്കുന്ന ഒരിടത്ത്, അതാണ് കാട്, തമ്പുരാക്കന്മാരുടെ കാടാണ്. അപ്പൊ തമ്പുരാനോട്, ജന്മിയോട് പറയുന്നു, അവിടെ ഒരു ദേശം മണ്ണ് ഞാൻ വളച്ചിട്ട് കൃഷി ചെയ്തോട്ടെ. അപ്പൊ എല്ലാരും കളിയാക്കുകയാണ്, അവിടെയോ നിന്നെ ആന കുത്തിക്കൊല്ലും, അല്ലെങ്കിൽ അവിടെ എങ്ങോട്ട് വന്ന് കൃഷി നശിപ്പിച്ചാൽ ഒരു തരി നമുക്ക് കിട്ടില്ല, വേണ്ടത്ര വെള്ളം കിട്ടില്ല. അവിടെയാണ് ഒരു പാവപ്പെട്ട പന ചെത്തി കള്ളെടുക്കുന്ന ഈഴവനായിട്ടുള്ള ഒരു കൃഷിക്കാരൻ അവിടെ പോയി ആ അധ്വാനത്തിന്റെ ഒരു മഹത്വം ചെറുകാട് വർണ്ണിക്കുന്നുണ്ട്. അത് ശരിക്കും മിഖായിൽ ഷോളക്കോവാണ് എന്ന് ശ്രീ അരവിന്ദാക്ഷൻ പറഞ്ഞത് അങ്ങേയറ്റത്തെ ശരിയാണെന്ന് നമുക്ക് തോന്നും. ഷോളക്കോവിന്റെ ദ വെർജിൻ സോയിൽ അപ്റ്റേൺഡ് എന്ന് പറയുന്ന ഉഴുതു മറിച്ച കന്നിമണ്ണ് വായിക്കുമ്പോൾ ഈ കൃഷി നടത്തുമ്പോഴുള്ള പ്രയാസവും അത് വിളവെടുത്ത് അവനവന് ഭക്ഷണം കഴിക്കാൻ ഇത്തിരി ധാന്യം കിട്ടുമ്പോഴുള്ള ആ വലിയ സന്തോഷവും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അവിടെ കൃഷി നടത്തി, പക്ഷേ ഉൽപ്പന്നം ഉണ്ടാകുന്നു കണ്ടപ്പോൾ വലിയ പറയും കൊണ്ട് ഇന്നത്തെ കാര്യസ്ഥം വരുന്നു, അളന്നു കൊണ്ടുപോകുന്നു, പിന്നെ പാട്ടം അടിക്കടി വർദ്ധിപ്പിക്കുന്നു, നീ പാട്ട അധികം തന്നില്ലെങ്കിൽ മറ്റേയാൾക്ക് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഈ മണ്ണ് ആരുടേതാണ്? ഇതുവരെ കാട് കെട്ടിക്കിടന്നിരുന്ന ആ സ്ഥലം വേർപ്പൊഴുക്കി പരിക്ക് പറ്റി കൃഷി ചെയ്ത ഈ കൃഷിക്കാരൻ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ ഈ മണ്ണ് ആരുടേതാണ്? അത് അകലെ ഇരുന്ന് തലയിൽ നിറച്ച് നെല്ല് നിറച്ച് പാൽക്കഞ്ഞിയെ കുറിച്ച് സുഖിച്ച തമ്പുരാക്കന്മാരുടേതാണെന്ന് പറയുന്നതിന്റെ കാട്ടുനീതിയാണ് ഇടതുപക്ഷം ചോദ്യം ചെയ്തത്. അതിനെതിരെയാണ് കർഷക സംഘം ഉണ്ടാക്കിയത്, സമരം ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് ആളുകൾ മരിച്ചു വീണത്. അവരെല്ലാം മരിച്ചു വീണതിന്റെ കൂടി ഭാഗമായിട്ടാണ് 57-ൽ ആദ്യത്തെ സംസ്ഥാന ഗവൺമെന്റിൽ ഇടതുപക്ഷം തിരഞ്ഞെടുക്കപ്പെട്ടതും കുടിയൊഴിപ്പിക്കലിനെതിരായിട്ടുള്ള ഓർഡിനൻസ് ബില്ലാക്കാൻ നേരം വൈകും. അതുകൊണ്ട് ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ ഓർഡിനൻസ് പാസ്സാക്കി. ഒരാളെയും സ്റ്റേ ഓഫ് എവിക്ഷൻ ഓർഡിനൻസ്, കുടിയൊഴിപ്പിക്കാൻ പാടില്ല. അതിനുശേഷമാണ് ഭൂമി കാടും നിൽക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് പറമ്പത്ത് പണിയെടുത്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയത്. അവനവന്റെ കവുങ്ങിലെ അടക്കാൻ വയ്ക്കാനും അവനവന്റെ കശുമാവിന്റെ കീഴിൽ വീഴുന്ന കശുവണ്ടി മറുക്കിയെടുക്കാനും വയലിലെ നെല്ല് കൊയ്തെടുക്കാനും കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും അവകാശം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനം സ്റ്റേ ഓഫ് എവിക്ഷൻ ഓർഡിനൻസിലൂടെയാണ്. പിന്നെ ഭൂപരിഷ്കരണമൊക്കെ ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ കടന്നു വന്ന വഴികൾ നമ്മൾ ഓർക്കുകയാണ്. ചെറുകാടിനെ വായിക്കണം, മണ്ണിന്റെ മാറിൽ വായിക്കണം, അതുപോലെ തന്നെ ചെറുകാടിന്റെ എല്ലാം ചരിതശയും അതെല്ലാം എന്തുമാത്രം പ്രയാസം 48-ലൊക്കെ അനുഭവിച്ചു എന്നുള്ളത് അതിനകത്ത് സൂചിപ്പിക്കാൻ കഴിയും. ദേവലോകമുണ്ട്. അപ്പൊ ചിലര് പറഞ്ഞു, കണ്ടോ എല്ലാം പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിച്ചു ഇല്ലേ, വലിയ മോഹികളായിട്ട് ചിലർ മാറുകയാണ്. EMS ആണ് അവതാരിക എഴുതിയിട്ടുള്ളത് ജീവിതപാതയ്ക്ക്. അതിനകത്ത് EMS പറഞ്ഞു, ചെറുകാടിന്റെ ദേവലോകം ശ്രദ്ധയോടെ വായിക്കേണ്ട ഒന്നാണ്. കാരണം ഒരു മുതലാളിത്ത ലോകത്ത് ജീവിക്കുമ്പോൾ ആർക്കും ഉണ്ടാകാവുന്ന ചില അപഭ്രംശങ്ങളുണ്ട്. ആ അപഭ്രംശങ്ങൾ കഥാനായകൻ ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടാകരുതെന്നുള്ള താക്കീതാണ് ചെറുകാടിന്റെ നോവൽ. ഇതേപോലെ ഒന്ന് ദൊന്നു യുദ്ധം എന്നുള്ള പേരിൽ മലയാറ്റൂർ എഴുതിയിട്ടുണ്ട്. പക്ഷേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ചെറുകാട് ഈ അപഭ്രംശത്തിനെതിരെ ചെറുത്തു നിൽക്കാനുള്ള കരുക്കൾ കൂടി ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. രാജമ്മയുണ്ട്, നേരിന്റെയും നെറിയുടെയും നിങ്ങൾ എന്തോ വായിക്കോ, ഞാൻ അതിന്റെ കൂടെ അല്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്നു. പക്ഷെ ദൊന്നു യുദ്ധത്തിൽ അതില്ലാതെ പോയി, കീഴടങ്ങി പോയി എന്നുള്ളത് EMS സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതപാതയുടെ 50-ാം വാർഷികത്തിൽ നാടാകെ ചെറുകാടിനെ ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ചർച്ചകൾ സംഘടിപ്പിക്കാനും വർത്തമാനത്തിന്റെ വിഹ്വലതകൾ എന്താണെന്ന് തിരിച്ചറിയാൻ ഈ നാട്ടിലെ മനുഷ്യരെ പ്രാപ്തരാക്കാനും ഭാവിയെ കുറിച്ചുള്ള സ്വപ്നം ഉപേക്ഷിക്കാതിരിക്കാനും അവരെ പ്രേരിപ്പിക്കാനും നമുക്ക് സാധിക്കും. എന്നത് വളരെ അത്യാവശ്യമാണ്. സോഷ്യലിസം ഈസ് നോട്ട് ആൻ യൂട്ടോപ്യൻ ഐഡിയോളജി, ഇറ്റ് ഈസ് ആൻ അച്ചീവബിൾ നെസസിറ്റി എന്നുള്ളത് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് സമൂഹമാണ് സമാധാനം നൽകുക, യുദ്ധങ്ങളില്ലാത്ത, ജാതി വിവേചനമില്ലാത്ത, മതലഹളകളില്ലാത്ത, പട്ടിണിയില്ലാത്ത, മനുഷ്യൻ സന്തോഷത്തോടുകൂടി അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഭൂമിയെ ഏറ്റവും ശാസ്ത്രീയമായി ഒരുക്കി നിർത്തുന്ന, വെല്ലുവിളികളെ, പ്രകൃതി കോപങ്ങളെ ശാസ്ത്രീയമായി നേരിട്ട് കഴിയാവുന്നത്ര മനുഷ്യനുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ശാസ്ത്രബോധമുള്ള ഒരു സമൂഹം. അവിടെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഉണ്ടാവില്ല, കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം ഉണ്ടാവില്ല, വളരെ മാന്യമായിട്ടുള്ള മാനുഷിക ബോധം ഉണ്ടാകും. മനുഷ്യന്റെ മനസ്സിനകത്തെ പിശാചിനെ, മനസ്സിലാകുന്ന പിശാചൊന്നുമില്ല, പക്ഷെ മോശമായി ചിന്തിക്കാനുള്ള സാഹചര്യത്തിൽ മനുഷ്യൻ ജീവിക്കുമ്പോഴാണ് മനുഷ്യൻ പിശാചായിട്ട് മാറുക.
എന്നാൽ പരസ്പരം ബഹുമാനിക്കാനുള്ള ഒരു നല്ല ബോധം നമ്മുടെ തലച്ചോറിന് കൊടുത്താൽ ഒരു കുഞ്ഞിനെയും ദ്രോഹിക്കാൻ ഒരു തെമ്മാടിയും ഉണ്ടാവില്ല, അതിന് സാധിക്കുകയില്ല. അങ്ങനെ നല്ല മനുഷ്യത്വപൂർണമായ ഒരു സമൂഹം സ്വപ്നം കണ്ടുകൊണ്ട് അതിന് വിഘാതമായി നിൽക്കുന്ന എല്ലാറ്റിനുമെതിരെ ശബ്ദിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ഒരു സമൂഹം ഉണർന്നു നിൽക്കണം. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, ഞാനൊരു പാവാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ഒരാൾക്കും അവകാശമില്ല. അങ്ങനെ നിന്നാൽ അടുത്ത തലമുറ പൈശാചികമായ ലോകത്ത് ജീവിക്കേണ്ടി വരും. നമ്മളിപ്പോൾ വലിയ സമരത്തിലാണ്. ആ വലിയ സമരത്തിൽ പങ്കാളിയാവാൻ അവസാനത്തെ പേജും കൂടി നമുക്ക് ശ്രദ്ധയോടെ വായിക്കാൻ ജീവിതപാതയുടെ പറഞ്ഞല്ലോ.